സെൽഫ് ലേണിംഗ് ഫ്ലെക്സിബിൾ ആണ്, കസ്റ്റമൈസ്ഡ് ലേണിംഗ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നിങ്ങളുടെ മിസ്റ്റേക്സ് നോട്ടീസ് ചെയ്യപ്പെടാതിരിക്കാനും അത് കറക്റ്റ് ചെയ്യപ്പെടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ കാരണം നിങ്ങൾക്കൊരു ഡിസിപ്ലിൻഡ് വേയിലൂടെ ഒരു ഓഫീസ് കൾച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ എ ജോബ് മാർക്കറ്റ്. എങ്ങനെ ഒരു സ്കില്ലിൽ എക്സ്പെർട്ട് ആകാം? ഒരു സ്കില്ലിൽ എക്സ്പെർട്ട് ആകാൻ ആദ്യം പഠിക്കണം. പഠിക്കാൻ നമുക്ക് 2 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സെൽഫ് ലേണിംഗ്, സെക്കൻഡ് വൺ സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്. അതും അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് കോച്ചിൻ്റെ അടുത്ത് പഠിക്കണം. ഇതിൽ സെൽഫ് ലേണിങ്ങിനെ കുറിച്ച് ആദ്യം നോക്കാം. സെൽഫ് ലേണിംഗ് ഫ്ലെക്സിബിൾ ആണ്, കസ്റ്റമൈസ്ഡ് ലേണിംഗ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, വാസ്റ്റ് റിസോഴ്സസിലേക്കുള്ള ആക്സസ് ഉണ്ടാകും. ഇതിൻ്റെ മറ്റൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് ഒരു റോഡ് മാപ്പ് ഉണ്ടാവില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബിഗിനേഴ്സിനാണെങ്കിലോ കൺഫ്യൂസിങ് ആയിരിക്കും. എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ ലാൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. സെക്കൻഡ് വൺ നോ ഡയറക്റ്റ് മെൻറ്റർഷിപ്പ്. നമുക്കൊരു ലിമിറ്റഡ് ഗൈഡൻസ് ആൻഡ് ഫീഡ്ബാക്കേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മിസ്റ്റേക്സ് നോട്ടീസ് ചെയ്യപ്പെടാതിരിക്കാനും അത് കറക്റ്റ് ചെയ്യപ്പെടാതിരിക്കാനും ചാൻസ് ഉണ്ട്. തേർഡ് വൺ മോട്ടിവേഷണൽ ഇഷ്യൂസ്, അതായത് സെൽഫ് ഡിസിപ്ലിൻ നല്ല രീതിക്ക് വേണം. പകുതിക്ക് വെച്ച് നിർത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫോർത്ത് വൺ ലിമിറ്റഡ് പ്രാക്ടിക്കൽ എക്സ്പോഷർ. ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ലേണിങ്സ് ഒക്കെ നമുക്ക് മിസ്സായിപ്പോവും. ഒരു ഇൻഡസ്ട്രി ഗ്രേഡ് പ്രോജക്റ്റിലേക്കുള്ള ആക്സസ് കിട്ടുന്നത് വരെ അതുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് ലേണിംഗ് ലെസ് എഫക്റ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡായ സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് മെൻറ്ററിൻ്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ മെയിൻ അട്രാക്ഷൻ ഇസ് സ്ട്രക്ചർഡ് സിലബസ് ആണ്. ഇതിലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിരിക്കും. ബേസ് മുതൽ അഡ്വാൻസ്ഡ് വരെ എസെൻഷ്യൽ ടോപ്പിക്സ് എല്ലാം ഒരു ഓർഗനൈസ്ഡ് വേയിലായിരിക്കും കവർ ചെയ്യുന്നത്. അടുത്തത് ആക്സസ് ടു എക്സ്പെർട്ട് ഗൈഡൻസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് ഗൈഡൻസിലേക്കുള്ള ആക്സസ് കൂടിയാണ് കിട്ടുന്നത്. എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിൽ നിന്നും ഡൗട്ട് ക്ലിയർ ചെയ്യാം. അടുത്തത് കൊളാബറേഷൻ. ഒരു ടീം വർക്കിലൂടെ നിങ്ങൾക്ക് ഐഡിയാസ് ഷെയർ ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാനും പറ്റും. അടുത്തത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡെഡ് ലൈൻസ്. ടെസ്റ്റ്, മോക്കപ്പ്, സബ്മിഷൻസ് ഇതൊക്കെ കാരണം നിങ്ങൾക്കൊരു ഡിസിപ്ലിൻഡ് വേയിലൂടെ ഒരു ഓഫീസ് കൾച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഇൻഡസ്ട്രി റിലവൻ്റ് ആയിരിക്കും സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്. സോ റിയൽ വേൾഡ് സ്കിൽസിലേക്കായിരിക്കും ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോബിലേക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ എ ജോബ് മാർക്കറ്റ്. സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്ങിന് മറ്റൊരു വശം കൂടിയുണ്ട്, അത് നോക്കാം. ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ സോഴ്സ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് സ്കില്ല് ലഭിക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ സ്കില്ല് നേടുമ്പോൾ പ്രോപ്പറായി സ്ട്രക്ചേർഡ് ആയി കിട്ടുന്ന ഒരു സോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ലെസ് ഫോക്കസ് ഓൺ തിയറി. സ്കിൽഡ് ലേണിംഗിൽ സ്വാഭാവികമായും തിയററ്റിക്കൽ ലേണിംഗ് കുറവായിരിക്കും. കൂടുതൽ ഫോക്കസും പ്രാക്ടിക്കലിലായിരിക്കും. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ്. ഞാൻ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, സ്പെഷ്യലി ഫോർ ഫ്രഷേഴ്സ്. മെയിൻലി ബിക്കോസ് ഷോർട്ട് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും, ഇൻഡസ്ട്രി എക്സ്പെർട്സിലേക്കുള്ള ആക്സസും ഉണ്ട്. സോ മോർ കരിയർ റിലേറ്റഡ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.